ഒരു ഡേയിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൈം ഏതാണെന്ന് ചോദിച്ചാൽ മിക്കവാറും അത് മോർണിംഗ്സ് ആയിരിക്കും അല്ലേ. ഏർലി മോർണിംഗ്സ് പലപ്പോഴും അതിന് ഒരു വല്ലാത്ത എനർജി ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. ഒരു ഡേയിലേക്കുള്ള ഒരു ഫുൾ എനർജി ഫീലാക്കാൻ ഇതുപോലുള്ള മോർണിംഗ്സിന് കഴിയുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഒരു മാജിക്കാണല്ലേ അത്. കുറച്ച് ലേറ്റായിട്ട് എണീറ്റാൽ കിട്ടാത്തൊരു മാജിക്. അതുപോലെ തന്നെയാണ് എണീക്കാൻ കുറച്ച് ലേറ്റായി കഴിഞ്ഞാൽ ആ ഡേ ഫുള്ളും വളരെ ലേസി ആയിട്ട് പോകുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട്. ഒന്നിനും ഒരു എനർജി ഫീൽ ചെയ്യൂല. അപ്പോൾ ഒരു ഫുൾ എനർജി പാക്കായ ഒരു മോർണിംഗ് വിശേഷങ്ങളാട്ടോ ഇതൊക്കെ വീക്കിലി ഒരിക്കൽ ചെയ്യുന്ന പരിപാടികളാണ്. അതിൻ്റെ കുറച്ച് ഷോർട്സാണ് ഇത്. അപ്പം ഒരു ലിവിങ് റൂം ഓർഗനൈസേഷൻ എന്നൊക്കെ പറയാം. ഇതുപോലെ ഫ്രൂട്ടെല്ലാം വീക്കിലി ഒരിക്കലൊന്നല്ല, ഇടയ്ക്കിടയ്ക്ക് ഫില്ല് ചെയ്യുന്നതാണ്. അപ്പം ഇന്നും ആ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം മാംഗോസും പിന്നെ ഈ ഫ്രൂട്ട് നിങ്ങൾക്കെല്ലാം അറിയുമെന്നറിയില്ല, ഇതിന് ഗ്രനഡില്ല എന്ന് പറയും. നമ്മൾ പാഷൻ ഫ്രൂട്ട് വർഗത്തിലൊക്കെ പെട്ട ഒരാളാണെന്ന് പറയാം. നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ. ഇതുപോലെ ഫ്രൂട്ടെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ടേബിളിൽ വെച്ചാൽ കുട്ടികളെല്ലാം അവർക്ക് ആവശ്യത്തിനുള്ളപ്പോൾ അങ്ങ് എടുത്ത് തന്നോളും. അതുപോലെ നട്ട്സും ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട്. നട്ട്സെല്ലാം ഇതുപോലെ മിക്സാക്കി ഫില്ല് ചെയ്ത് വെച്ചാൽ അവർ കഴിക്കും. അല്ലാണ്ട് ഇടങ്ങി വെച്ച് കഴിഞ്ഞാൽ അധികമൊന്നും കഴിക്കാറില്ല. അവർ മാത്രമല്ല, നമുക്കും കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഫില്ലാക്കിയിട്ട് ഇങ്ങനെ ടേബിളിൽ വെക്കലാണ് പതിവ്. ഇത് വെറുതെ ഒരു ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും മാത്രമല്ല കേട്ടോ, ഇതെൻ്റെ ഒരു സെൽഫ് ടൈം കൂടിയാണ്. ഞാൻ ചിലപ്പോൾ ഒരു ഡെയിലി ഏറ്റവും ഇഷ്ടപ്പെടുന്ന ടൈം എന്നൊക്കെ പറയാം. എല്ലാവരും ഒരു ഡെയിലി ഒരു 10 മിനിറ്റെങ്കിലും ഇതുപോലെയുള്ള ഒരു സെൽഫ് ടൈം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം. അത് നമുക്ക് വല്ലാത്തൊരു പോസിറ്റിവിറ്റി കൊണ്ടുതരും. എനിക്കൊന്ന് ചെറിയ കുട്ടികളൊക്കെ ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അവർക്ക് ഇതുപോലെയുള്ള സെൽഫ് ടൈമൊക്കെ നമ്മൾ അത്ര കണ്ടെത്താൻ ശ്രമിച്ചാലും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. എനിക്കും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും കിട്ടുന്ന ഈ ഒരു സെൽഫ് ടൈമിനോട് വല്ലാത്തൊരു ആർത്തിയാണെന്ന് പറയാം. എന്നാൽ നമ്മളെ മക്കളെല്ലാം കുറച്ചുകൂടി വലുതായി അവരവരെ കാര്യങ്ങളെല്ലാം സ്വയം ചെയ്യാൻ പ്രാപ്തമാകുന്നൊരു ടൈമുണ്ടല്ലോ, അങ്ങനൊരു ഫേസിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഈ ടൈം കുറച്ച് ബേർഡനായിരിക്കും അല്ലേ. അവർക്ക് കൂടുതലായിട്ടും കിട്ടുന്നൊരു ടൈം ഇതുപോലത്തെ ഒറ്റയ്ക്കുള്ള സമയങ്ങളായിരിക്കും. അങ്ങനെ ഒറ്റയ്ക്കുള്ള സമയങ്ങൾ എപ്പോഴെപ്പോഴും കിട്ടുമ്പോൾ ചിലപ്പോൾ ഒരു മടുപ്പെല്ലാം തോന്നുമല്ലേ. എന്നാൽ അത് കിട്ടാത്ത ആൾക്കാർക്ക് അത് ഭയങ്കര പ്രഷ്യസും ആയിരിക്കും. ഈ ടൈമിൻ്റെ വാല്യൂ എല്ലാം നമുക്ക് കൂടുതൽ മനസ്സിലാവുന്നത് ചിലപ്പോൾ ആഫ്റ്റർ മാരേജ് അല്ലെങ്കിൽ നമ്മളൊരു വർക്ക് ലൈഫെല്ലാം സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ടൈമിലായിരിക്കും അല്ലേ. ആദ്യമൊക്കെ നമുക്ക് ഒരുപാട് കിട്ടി നമ്മൾ കുറേ വേസ്റ്റാക്കിക്കൊണ്ടിരുന്നൊരു സാധനം പിന്നെ നമുക്ക് കിട്ടാണ്ടാവുമ്പോഴാണ് അതിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാവും. ഈ ബിസി ലൈഫിൽ നമ്മൾ ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ ഇടയ്ക്കൊക്കെ കണ്ണും ചുമ്പി വെറുതെ അങ്ങിയിരിക്കണം. അങ്ങനെ ഇരുന്നുകൊണ്ട് നമ്മളെ കയ്യിൽ നിന്ന് പോകുന്ന സംഭവങ്ങളൊക്കെ അങ്ങ് പോവട്ടെ എന്നേ. നമ്മളെ കയ്യിൽ ഇല്ലാത്ത സമയത്തിനെ പറ്റി ടെൻഷൻ ആവാണ്ട് നമ്മളെ കയ്യിൽ ഉള്ള ടൈം നല്ല ഹാപ്പി ആയിട്ടിരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞ് ഒരുപാട് കാട് കയറിപ്പോയി തോന്നുന്നു. എന്തായാലും സെൽഫ് ടൈമിനെ പറ്റിയാണ് പറഞ്ഞത്. കുറേ ആൾക്കാർക്ക് ഇതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ എത്ര ബിസി ആണെങ്കിലും കുറച്ചൊക്കെ ഇനി നമുക്ക് നമ്മളെ കൂടി സ്നേഹിക്കാൻ പഠിക്കടോ. നല്ല രസമാണ് അത്. അങ്ങനെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ ഭയങ്കര ത്രില്ലെല്ലാം തോന്നും, ഭയങ്കര പോസിറ്റിവിറ്റി എല്ലാം തോന്നും ലൈഫിനോട്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്ക് നമ്മൾ ക്ലീനിങ്ങും ഓർഗനൈസേഷനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലിവിങ് റൂമെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് ഷോർട്സ് എല്ലാം കാണാം.